ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. ഓണം ആയതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ 19-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ ഓണ പെൻഷൻ 2000 രൂപ തന്നെ ഇത് നേരത്തെ ലഭിക്കും എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. ഓണ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്തെ ഓണം സ്പെഷ്യൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. നാളെ 2026 ഓഗസ്റ്റ് 19-ാം തീയതി ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പെൻഷൻ ഒരു മാസവും മുടങ്ങില്ല എന്നും ബോണസും അഡ്വാൻസും നൽകാൻ തുക അനുവദിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1005 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസും 20,000 രൂപ അഡ്വാൻസും നൽകും. ആശാ വർക്കർമാർക്കും അംഗനവാടി പ്രവർത്തകർക്കും 1450 രൂപ വീതം ഓണത്തോടനുബന്ധിച്ച് സഹായമായി അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ അനുവദിക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി അറിയിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണക്കാലത്ത് സഹായം ലഭിക്കും. ഓരോ തൊഴിലാളികൾക്കും 1200 രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അംഗനവാടി ജീവനക്കാരുടെ കുടിശ്ശിക തീർക്കാനായി 34 കോടി രൂപ അനുവദിച്ചു. പാചക തൊഴിലാളികൾക്ക് പുതുക്കിയ നിരക്കിൽ തുക ഉൾപ്പെടെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ കേൾക്കുക. ഓണമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കൾ 59,472. സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവ ബത്ത, പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1450 രൂപ ഉത്സവ ബത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്, പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിൻ്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക അതിൻ്റെ കണക്കേ നമ്മുടെ കയ്യിലില്ല, അത് മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ സബ്സിഡി കാര്യങ്ങൾക്ക് ഓണവിപണി സജീവമാക്കുന്നതിനും 53 കോടി രൂപ മുൻകൂറായിട്ട് അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന് ഓണം വിപണി ഇടപെടൽ സജീവമാക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അനുവദിച്ചു. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ബത്ത 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം നൽകാൻ 44.24 കോടി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 7080 തൊഴിലാളികൾക്ക് 1200 രൂപ നൽകാൻ
85 ലക്ഷം രൂപ. ഇങ്ങനെ 45 കോടി 9 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നമ്മൾ ഗവൺമെൻറ് വന്ന ഉടനെ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച 1000 രൂപ ഉൾപ്പെടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം അതിന് 26 കോടി 47 ലക്ഷം രൂപ അനുവദിച്ചു. അവരുടെ ബോണസ് 1000 രൂപയാക്കി ഉയർത്തി, ഉത്സവ ബോണസ്. സജീവ ഏജൻറ്റുമാർക്ക് 8500-ഉം പെൻഷൻകാർക്ക് 3750 രൂപയും ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസാന്ത്വനം പദ്ധതിയിൽ അവരുടെ ധനസഹായവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5208 നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയതായി ഉൾപ്പെടുത്തിയ 1000 പേർക്കും സാമ്പത്തിക സഹായം, കെയർ ഗിവേഴ്സിനുള്ള ബത്ത, കുട്ടികളുടെ വിദ്യാഭ്യാസം, 10 MCRCകളുടെ നവീകരണം എന്നിവയ്ക്കായി 14 കോടി 40 ലക്ഷം രൂപ. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണക്കോടി അതിന് വേണ്ടിയിട്ട് 60 വയസ്സിന് മുകളിലുള്ള 52,826 പട്ടികവർഗക്കാർക്ക് ഒരാൾക്ക് 1000 രൂപ നിരക്കിൽ ഓണക്കോടി വിതരണം നടത്തും. അതിന് 5.28 കോടി അവതരിപ്പിച്ചു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ ഓരോരുത്തർക്കും. സ്പോർട്സ് കൗൺസിലിലെ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വേതനം നൽകുന്നതിനായി 1.5 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയും കിറ്റും 2000 രൂപ എക്സ്ഗ്രേഷ്യ ആശ്വാസവും 1000 രൂപ മൂല്യമുള്ള സപ്ലൈകൈ ഓണം ഗിഫ്റ്റ് കാർഡുകളുടെയും വിതരണം അതിന് 21 ലക്ഷത്തോളം രൂപ വരും. ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായ വർധനവ്, പ്രതിമാസഹായം, കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. പിന്നെ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി, സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് റിലീസ് ചെയ്തു. 18.32 കോടി എന്നിവ ഉൾപ്പെടെ മൊത്തം നെയ്ത്തുകൂലി ഉൾപ്പെടെയുള്ള 30 കോടി രൂപ അതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സർക്കാർ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കനത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.